Hello all, welcome to mFavor Learning app. Hello all. Okay, Anjana, Pravida, Mubina, Vidya, Nandida, Aslamia, Jinsi. Okay. Okay. So നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ആൻഡ് പോളിസി ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈസ് മൂവ്മെന്റ് ആൻഡ് ഇന്ത്യസ് മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ആണ് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെയാന്ന് ആദ്യം നോക്കാം. സോ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൈസ് മൂവ്മെന്റ് എന്നാണ്. പ്രൈസ് മൂവ്മെന്റ് ആൻഡ് ഇന്ത്യസ് മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്. ഓക്കെ, സോ ആക്ച്വലി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇൻ അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രിയിൽ, ഇൻ ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെല്ലാം ഇഷ്യൂസും പോളിസീസ് ആണ് ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആണ് അഗ്രികൾച്ചർ. സോ അഗ്രികൾച്ചർ എന്തൊക്കെയാണ് ഇഷ്യൂസ് നോക്കാം. ഫസ്റ്റ് ആണ് ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിങ്സ് റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ ഫ്രാഗ്മെന്റൽ ലാൻഡ് ഹോൾഡിങ്സ് റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി അവിടെ കുറവാണ്. ലാൻഡ് ഹോൾഡിങ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളത്. ഫ്രാഗ്മെന്റഡ് എന്ന് വെച്ചാൽ ഒരു സെഗ്മെന്റ് ചെയ്ത് നമുക്ക് കൊടുക്കുമല്ലോ അത്. അതേപോലെ ഇൻഅഡ്വക്കേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കറക്റ്റ് ആയിട്ട് സഫീഷ്യന്റ് ആയിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് ഡിപ്പെൻഡ്സ് ഓൺ മൺസൂൺ ആൻഡ് ക്ലൈമറ്റ് വൾണറബിലിറ്റി, അതായത് സീസൺ ആ ടൈം മാത്രം അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ലോ ആക്സസ് ടു ഫോർമൽ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എപ്പോഴും ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള ലോ ആക്സസ് അങ്ങനെ ഒരു ഇഷ്യൂസ് വരിക. ഓക്കെ, നെക്സ്റ്റ് ആണ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മാൻ, അതായത് കറക്റ്റ് ഹൈ മാർക്കറ്റ് എഫിഷ്യൻ്റ് അല്ലാതെ ഇൻഎഫിഷ്യൻ്റ് ഉണ്ടാവുക, അതേപോലെ മിഡിൽ മാൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇങ്ങനൊരു സിറ്റുവേഷൻ. നെക്സ്റ്റ് മോഡേൺ ടെക്നോളജി, ലോ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി ആൻഡ് മെക്കനൈസേഷൻ, അതായത് ഹൈ ടെക്നോളജി എക്യുപ്മെന്റ്സ് അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത മോഡേൺ ടെക്നോളജിയുടെ യൂസിങ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, അങ്ങനെയുള്ള ഇഷ്യൂസ് അറൈസ് ചെയ്യുക.
നെക്സ്റ്റ് പുവർ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറവാകുക. ഓക്കെ, അത് സ്റ്റോറേജ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ഡിക്ലൈനിങ് സോയിൽ ഫെർട്ടിലിറ്റി ആൻഡ് വാട്ടർ ടേബിൾസ്. ഫെർട്ടിലിറ്റി കറക്റ്റായിട്ട് അവർക്ക് കിട്ടാതെ അങ്ങനെയുള്ളത് റെഡ്യൂസ് ആകുക, സോയിൽ ഫെർട്ടിലിറ്റി ഇതൊക്കെ. നെക്സ്റ്റ് ഫാമർ ഇൻഡെപ്റ്റഡ്നെസ് ആൻഡ് ഫ്രീക്വന്റ് അഗ്രറിയൻ ഡിസ്ട്രസ് എന്ന് വെച്ചാൽ ഇൻഡെപ്റ്റഡ്നെസ്, അവർക്ക് എന്താണ് ഡെപ്റ്റും കാര്യങ്ങളും വരുന്നൊരു സിറ്റുവേഷൻസ്, ഇതൊക്കെ എന്താണ് ഇഷ്യൂസ് ആണ്. ഓക്കെ, സോ അപ്പോൾ അഗ്രികൾച്ചറൽസിൽ വരുന്ന ഇഷ്യൂസ് ആണ് ലാൻഡ് ഹോൾഡിങ്സ് വരുന്നത് കൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറയുക, അതേപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കറക്റ്റ് അല്ലാതിരിക്കുക, മൺസൂണും ക്ലൈമറ്റ് സീസണും ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ആവുക, പിന്നെ ഫോമൽ ക്രെഡിറ്റ് ആൻഡ് ഇൻഷുറൻസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ ലോ ആക്സസ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ഇൻഎഫിഷ്യൻസി ആവുക, ഹൈ മാർക്കറ്റ് എഫിഷ്യൻ്റ് പോകാതെ ഇൻഎഫിഷ്യൻസി ആവുക. ഇൻഎഫിഷ്യൻസി പറയുമ്പോൾ നല്ല പോലെ ഇല്ലാതെ മാർക്കറ്റ് ഡൗൺ ആകുക. അതേപോലെ അതായത് ഇടയിൽ നിൽക്കുന്ന മിഡിൽമാൻ അങ്ങനെയുള്ള അവരൊക്കെ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ലോ ആയിട്ട് യൂസ് ചെയ്യുക മോഡേൺ ടെക്നോളജി മെക്കാനൈസേഷൻ. നെക്സ്റ്റ് പുവർ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുവർ ആകുക, സോയിൽ ഫെർട്ടിലിറ്റി കുറയുക, അതേപോലെ ഇൻഡെപ്റ്റ് ഫാമറിന് ഡെപ്റ്റ് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരിക. ഓക്കെ, എന്താണ് അഗ്രികൾച്ചറിൽ വരുന്ന ഇഷ്യൂസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് പോളിസീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് PM കിസാൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇൻകം സപ്പോർട്ടാണ് ഫാമേഴ്സിന് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ PM കിസാന്റെ ഫുൾ ഫോം ആണ് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. ഓക്കെ, സോ അതാണ് PM കിസാൻ. നെക്സ്റ്റ് PMFBI, അതായത് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം. നെക്സ്റ്റ് ഈനാം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു, ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം, അതായത് ബെറ്റർ ന്യൂട്രിയൻ മാനേജ്മെന്റ് അതിൽ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, അതാണ് PMKSY എന്നുള്ളത്. മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് വന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ആണ് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് വെച്ചാൽ ഹാർവസ്റ്റ് ആൻഡ് സ്റ്റോറേജിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP എന്നുള്ളൊരു മെക്കാനിസം കൊണ്ടുവരിക. പിന്നെ പ്രൊമോഷൻ ഓഫ് FPO, അതായത് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് പോളിസീസ്. അപ്പോൾ നിങ്ങൾ അഗ്രികൾച്ചറിൽ എന്തെല്ലാം ഇഷ്യൂസ് ആണെന്ന് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് പോളിസീസ്. അപ്പോൾ PM കിസാൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്. PMFBI എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഫാസൽ ബീമ യോജനയാണ്. ഓക്കെ, സോ ഈനാം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ്. നെക്സ്റ്റ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്ന് പറഞ്ഞാൽ ബെറ്റർ ന്യൂട്രിയൻ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്നുള്ളത് ഇറിഗേഷൻ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുക. അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുക ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ പോളിസീസ് ആണ്. ഓക്കെ, സോ അഗ്രികൾച്ചറിൽ വരുന്ന ഇഷ്യൂസും പോളിസീസും ക്ലിയർ ആയോ? ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തത് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നോക്കാം. ഇൻഡസ്ട്രിയിൽ വരുന്ന ഇഷ്യൂസ് ആണ് റെഗുലേറ്ററി ഹേർഡിൽസ് ആൻഡ് കോംപ്ലക്സ് കംപ്ലൈൻസ് എന്ന് വെച്ചാൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇങ്ങനെയുള്ള ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുക, എന്ന് വെച്ചാൽ ബാരിയേഴ്സ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ റൂൾസ് റെഗുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിട്ടുള്ളത് സംഭവിക്കുക. കംപ്ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അത് കറക്റ്റായി ഫോളോ ചെയ്യണം. ആസ് പെർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കോംപ്ലക്സ് കംപ്ലൈൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരിക. നെക്സ്റ്റ് ഇൻആഡിക്വേറ്റ് ആക്സസ് ടു ഫിനാൻസ് എസ്പെഷ്യലി ഫോർ MSME. MSMEയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോളൂ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. ഓക്കെ, ഇതാണ് കേട്ടോ. സോ അവർക്ക് കറക്റ്റായിട്ട് ഫിനാൻസ് ഒന്ന് ടാക്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും, എസ്പെഷ്യലി MSMEയിലൊക്കെ. നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിലൊക്കെ, അതായത് പവർ ട്രാൻസ്പോർട്ട് ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ഇത്
അതിൽ വരുന്നത് ഡിക്ലൈൻ ആകുന്ന ഇഷ്യൂ. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേട്ടോ. ലോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇന്നോവേഷൻ ലെവൽസ് അത് കുറയുക. ഇന്നോവേഷൻ പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെന്റ് അത് കുറയുക. ഓക്കെ. നെക്സ്റ്റ് ഹൈ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻപുട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഒക്കെ ഹൈ ആകുക. സ്കിൽ മിസ്മാച്ച്, സ്കിൽ എന്ന് പറയുന്നത് കറക്റ്റ് മാച്ച് ആവാതിരിക്കുക. ലേബർ റിജിഡിറ്റി, ലേബർ കിട്ടാനുള്ള അങ്ങനെയുള്ളത് റിജിഡ് ആവുക എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ രീതിയിൽ ലേബറിന്റെ അലോക്കേഷൻ പറയുന്നത് കുറവാണ്, അങ്ങനെയൊക്കെ കേട്ടില്ല, അതിലല്ല, അതാണ് ലേബർ റിജിഡിറ്റി എന്നുണ്ടാവുക. നെക്സ്റ്റ് എൻവയോൺമെന്റൽ കൺസേൺ ആൻഡ് സസ്റ്റൈനബിലിറ്റി ചാലഞ്ചസ്, അവർക്ക് കറക്റ്റ് ആയിട്ട് ഓരോരോ നെക്സ്റ്റ് ചാലഞ്ചസ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ. സോ ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇഷ്യൂസ് ആണ്. സോ എന്തൊക്കെയായിരുന്നു? റെഗുലേറ്ററി ഹേർഡിൽസ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസും കൺട്രോൾ ചെയ്യാൻ അങ്ങനെയുള്ള ഹേർഡിൽസ്, റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും, കോംപ്ലക്സ് കംപ്ലൈൻസ്. നെക്സ്റ്റ് ഇന്നാഡിക്വേറ്റ് ആക്സസ് ടു ഫിനാൻസ് കറക്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്, എസ്പെഷ്യലി MSMEയിൽ. ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ പവർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് ഇഷ്യൂസ്. നെക്സ്റ്റ് R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലോ ആകുക, ഇന്നോവേഷൻ ലെവൽ, ഹൈ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻപുട്ട് കോസ്റ്റ്. നെക്സ്റ്റ് സ്കില്ല് മിസ്മാച്ച് ആകുക, ലേബർ റിജിഡിറ്റി വരിക, എൻവിറോൺമെന്റൽ കൺസേൺ ആൻഡ് സസ്റ്റൈനബിലിറ്റി ചാലഞ്ചസ്. ഓക്കെ. സോ ഇത്രയും ഇഷ്യൂസ് ആണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. സോ അതിന് വരുന്ന പോളിസീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ മേക്ക് ഇൻ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. എന്താ ഇൻക്രീസ് ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഈ മാനുഫാക്ചറിങ്ങും FDI ഇതൊക്കെ. FDI എന്ന് വെച്ചാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. ഓക്കെ. സോ അത് മാനുഫാക്ചറിങ് അതേപോലെ ബൂസ്റ്റപ്പ് ചെയ്യുക, FDI ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനിഷ്യേറ്റീവ് ആണ് ഈ PLI സ്കീം എന്ന് പറഞ്ഞാൽ. അത് മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് വന്നിട്ട് ഒന്നും കൂടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ നോക്കുന്നത്, ഈ PLI സ്കീം ആക്ച്വലി യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനിഷ്യേറ്റീവ് സ്കീംസ് എന്തിനായിരുന്നു? അതായത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. നെക്സ്റ്റ് ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആൻഡ് സ്റ്റാൻഡപ്പ് ഇന്ത്യ, മെയിൻ ആയിട്ട് ഓണ്ടർപ്രണർഷിപ്പ് വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് വെച്ചാൽ ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ ഒരൊറ്റ സിലിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർക്ക് എല്ലാ ഡോക്യുമെന്റ്സും വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എല്ലാതും കറക്റ്റ് ആയിട്ട് ബിസിനസ് ഒന്ന് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. നെക്സ്റ്റ് നാഷണൽ പോളിസി ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഫാർമ വിഷൻ 2020. അതേപോലെ നെക്സ്റ്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വന്നിട്ട് എന്ത് കൊടുക്കുക? ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. ഓക്കെ. അതേപോലെ സ്കിൽ ഇന്ത്യ മിഷൻ അങ്ങനെയുള്ളത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതായത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു പോളിസീസ് എന്ന് പറയുന്നത്? പോളിസീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൽ വരുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് കൊണ്ടുവരിക, മാനുഫാക്ചറിങ് ബൂസ്റ്റപ്പ് ചെയ്യാനും FDI ഇൻക്രീസ് ചെയ്യാനും. അതേപോലെ നെക്സ്റ്റ് ആണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനിഷ്യേറ്റീവ് സ്കീംസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനിഷ്യേറ്റീവ് സ്കീം എന്ന് പറയുന്നത് എന്തിനാണ് മെയിൻ ആയിട്ട്? അതായത് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് വന്നിട്ട് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ? എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. അതേപോലെ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എന്തിനാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ ഓണ്ടർപ്രണർഷിപ്പ് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനാണ്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതായത് മെയിനായി സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഇന്നോവേഷൻ ക്രിയേറ്റിവിറ്റി ഒക്കെ എൻകറേജ് ചെയ്തിട്ട് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന്. സോ അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അങ്ങനെയുള്ള പോളിസീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്. അതായത് ബിസിനസ് ഒന്നും കൂടെ പ്രൊസീജിയറും റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഇതൊക്കെ ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ്. അതായത് സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ തന്നെ എല്ലാം ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് നാഷണൽ പോളിസീസ് ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഫാർമ വിഷൻ 2020. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീംസ് വന്നിട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിന് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് സ്കിൽ ഇന്ത്യ മിഷൻ എൻഹാൻസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? സ്കിൽ ഇന്ത്യ മിഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക ഫോർ ദ പർപ്പസ് ഓഫ് എൻഹാൻസിങ് എംപ്ലോയബിലിറ്റി. ഓക്കെ. സോ ഇപ്പൊ ഇവിടുത്തെ ഇൻഡസ്ട്രി ക്ലിയർ ആയോ?
ഓക്കെ, ജിൻസി, പ്രവിത, രമ്യ, വിദ്യ, ശരണ്യ, അനീഷ, ലക്ഷ്മി, അഞ്ജന, അനീഷ, അസ്ലമിയ, പ്രസീത. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പോകാം. നെക്സ്റ്റ് ആയിരുന്നു ട്രേഡ് ആണ്. ഇപ്പൊ നമ്മൾ എടുത്തത് അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയാണ്. നെക്സ്റ്റ് ട്രേഡ് കേട്ടോ. സോ ട്രേഡിൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളും എന്തൊക്കെയാന്ന് വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് മേജർ എക്കോണമീസ്. അതായത് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകത്തിനേക്കാളും ഗ്രേറ്റർ ആകുന്ന സിറ്റുവേഷൻ ആണ് ഡെഫിസിറ്റിന്റെ മീനിങ് കേട്ടോ. സോ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് കുറേ മേജർ എക്കോണമീസ് ലൈക്ക് ഇപ്പോൾ ചൈന അങ്ങനെ. നെക്സ്റ്റ് അതേപോലെ തന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ സെലക്ട് എക്സ്പോർട്ട് കമോഡിറ്റീസ്. അത് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. അതായത് സെലക്റ്റബിൾ ആയിട്ടുള്ള കമോഡിറ്റീസ് മാത്രം. ഓക്കെ, സോ അത് ഉദ്ദേശിക്കണം. നെക്സ്റ്റ് ഗ്ലോബൽ പ്രൊട്ടക്ഷനിസം ആൻഡ് ട്രേഡ് ബാരിയേഴ്സ്. റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളും ട്രേഡിൽ വരിക. നെക്സ്റ്റ് അതേപോലെ തന്നെ നോൺ ടാരിഫ് ബാരിയേഴ്സ് എഫക്റ്റിംഗ് ഇന്ത്യൻ എക്സ്പോർട്സ്. ആക്ച്വലി ഇന്ത്യൻ എക്സ്പോർട്സിനെ എഫക്ട് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള ബാരിയേഴ്സും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വരിക. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻഎഫിഷ്യൻസീസ് അറ്റ് പോർട്ട്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻഎഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. ഓക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അവർക്ക് കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഇല്ലാതിരിക്കുക. ഇൻഎഫിഷ്യൻസി എന്നുള്ളൊരു പ്രോബ്ലം അറൈസ് ചെയ്യുക. അതേപോലെ ഇൻകൺസിസ്റ്റന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ്. ഇൻകൺസിസ്റ്റന്റ് പറയുമ്പോൾ എന്തായാലും കറക്റ്റ് അല്ലാത്ത എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരിക. ഓക്കെ, കൺസിസ്റ്റന്റ് പറഞ്ഞാൽ എന്തായിരിക്കണം? എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും അറൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇൻകൺസിസ്റ്റന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് ഉണ്ടാവുക. ഓക്കെ, സോ അതിൽ വരുന്ന ട്രേഡിൽ വരുന്ന ഇഷ്യൂസ് ആണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ട്രേഡ് ഡെഫിസിറ്റ് വെൻ മേജർ എക്കോണമീസ് ലൈക്ക് ചൈന ട്രേഡ് ഡെഫിസിറ്റ് വരിക. അതേപോലെ ഓവർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക സെലക്ട് എക്സ്പോർട്ട് കമോഡിറ്റീസിൽ. നെക്സ്റ്റ് ഗ്ലോബൽ പ്രൊട്ടക്ഷനിസം ആൻഡ് ട്രേഡ് ബാരിയേഴ്സ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരിക. നെക്സ്റ്റ് അതേപോലെ നോൺ ടാരിഫ് ബാരിയേഴ്സ് ഇന്ത്യൻ എക്സ്പോർട്സിനെ എഫക്ട് ചെയ്ത രീതിയിൽ ഓരോ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വരിക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഎഫിഷ്യൻസി അറ്റ് പോർട്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻഎഫിഷ്യൻ്റ് ആവുക. ഇൻകൺസിസ്റ്റന്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതൊക്കെ ട്രേഡിൽ വരുന്ന ഇഷ്യൂസ് ആണ്. സോ അതിൽ വരുന്ന എന്തൊക്കെയാണ് പോളിസീസ് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഫോറിൻ ട്രേഡ് പോളിസി. അതായത് 2015 to 2020 ആണ് ഇവർ റിവൈസ് ചെയ്തിട്ടുള്ളത് ഫോറിൻ ട്രേഡ് പോളിസി. അതേപോലെ നെക്സ്റ്റ് ആണ് സെസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഓൺ എക്സ്പോർട്ട് പ്രോഡക്റ്റ്. അതാണ് RODTEP. എന്തായിരുന്നു? റിമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ട് പ്രോഡക്ട്സ്. ഓക്കെ, കറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് വന്നിട്ട് ഇത് ഇമ്പോസ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇന്ത്യ UAE CEPA എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഞാൻ ഈ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇന്ത്യ UAE CEPA, അതേപോലെ ഇന്ത്യ ഓസ്ട്രേലിയ ECTA, ബൈലാറ്ററൽ ട്രേഡ് ഡീൽസ്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ യൂണിലാറ്ററൽ ആകുമ്പോൾ സിംഗിൾ ട്രേഡ് ആയിരിക്കും. ബൈലാറ്ററൽ പറയുമ്പോൾ എന്തായിരിക്കും? മൾട്ടി ട്രേഡ് ആയിരിക്കും അവിടെ ഇന്ത്യ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഫോർ സെക്ടർ സ്പെസിഫിക് സപ്പോർട്ട്. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. നെക്സ്റ്റ് അതേപോലെ തന്നെയാണ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് സ്കീംസ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ലോജിസ്റ്റിക് എഫിഷ്യൻസി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. അതാണ് LEEP. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള പോളിസീസ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോ പോളിസീസും ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം എന്തൊക്കെയായിരുന്നു? ഫോറിൻ ട്രേഡ് പോളിസി 2015 to 2020 വന്നിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്മെന്റ്. പിന്നെ ഡ്യൂട്ടീസും ടാക്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഇമ്പോസ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ തന്നെ ഇന്ത്യ UAE CEPA, ഇന്ത്യ ഓസ്ട്രേലിയ ECTA ബൈലാറ്ററൽ ട്രേഡ് കണ്ടക്ട് ചെയ്യുക. പിന്നെ അതേപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സെക്ടർ വൈസ് ആയിട്ട് സപ്പോർട്ട് വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുമല്ലോ അത്, അതായത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ്. അതാണ് ODOP സ്കീം. ലോജിസ്റ്റിക് എഫിഷ്യൻസി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം LEEP. ഓക്കെ, അപ്പോൾ CEPA എന്ന് ഉദ്ദേശിക്കുന്നത് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്. സോ CEPAയുടെ ഫുൾ ഫോം എന്തായിരുന്നു? കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്. എന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ആക്ച്വലി ആരും തമ്മിൽ ഉദ്ദേശിക്കുന്നത്. ബിറ്റ്വീൻ 2 or more കൺട്രീസ് തമ്മിൽ വെച്ചിരിക്കുന്നത്.
അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ട്രേഡ് എൻഹാൻസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, അതേപോലെ തന്നെ ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. അതായത് ടാരിഫ്, കോട്ടാസ്, റെസ്ട്രിക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. അതാണ് എലിമിനേറ്റിംഗ് ബാരിയേഴ്സ് സച്ച് ആസ് ടാരിഫ്, കോട്ടാസ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ECTA എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ആണ്. എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അത് ട്രേഡ് എഗ്രിമെന്റ് ആരൊക്കെ തമ്മിൽ ട്രേഡ് എഗ്രിമെന്റ് വെച്ചാൽ ഇറ്റ് ഈസ് എ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ് ആണ്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയായി ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക. അതേ ടാരിഫ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. സോ അതാണ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ 2 or more കൺട്രീസ് വെച്ചിട്ട്. സോ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, ബാരിയേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് ടാരിഫ്, റെഗുലേഷൻസ് ഇതൊക്കെ. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു CEPA എന്ന് വെച്ചാൽ എന്താണ്? CEPA ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ് CEPA എന്ന് പറയുന്നത്. അതേപോലെ ECTA എന്താ ഉദ്ദേശിക്കണേ വെച്ചാൽ എക്കണോമിക് കോപ്പറേഷൻസ് ആൻഡ് ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ക്ലിയർ ആയോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ട്രേഡും അതിന്റെ ഇഷ്യൂസും പോളിസീസും ആണ്. ഓക്കെ, അതായത് ട്രേഡ് ഡെഫിസിറ്റ് വരിക, ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എക്സ്പോർട്ട് കമ്മോഡിറ്റീസിന്, ഗ്ലോബൽ പ്രൊട്ടക്ഷൻസ് ആൻഡ് ട്രേഡ് ബാരിയേഴ്സ് വരിക, നോൺ ടാരിഫ് ബാരിയേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ അറൈസ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ തന്നെ എഫക്ട് ചെയ്യുക, നോൺ ടാരിഫ് ബാരിയേഴ്സ് വന്നിട്ട് ഇന്ത്യൻ എക്സ്പോർട്സിനെ വന്നിട്ട് എഫക്ട് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഎഫിഷ്യൻസി ഉണ്ടാവുക, അതേപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസീസ് വന്നിട്ട് കൺസിസ്റ്റന്റ് അല്ലാതിരിക്കുക. ഓക്കെ, സോ അതിൽ വരുന്ന പോളിസീസ് ആണ് ഫോറിൻ ട്രേഡ് പോളിസി, സെസ്, അതേപോലെ RODTEP, റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഓൺ എക്സ്പോർട്ട് പ്രോഡക്റ്റ്, പിന്നെ ഇന്ത്യ UAE CEPA, ഇന്ത്യ ഓസ്ട്രേലിയ ECTA. ഓക്കെ, അതേപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, 1 district 1 product, ലോജിസ്റ്റിക് എഫിഷ്യൻസി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. ഇത് ഫുള്ളായി മനസ്സിലാക്കണം. CEPA എന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, അതേപോലെ ECTA എന്ന് വെച്ചാൽ എക്കണോമിക് കോപ്പറേഷൻ ട്രേഡ് എഗ്രിമെന്റ്. ഓക്കെ, സോ ഇപ്പോൾ പറഞ്ഞ ട്രേഡ് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആണ് എടുത്തത് കേട്ടോ. ക്ലിയർ ആയോ ട്രേഡ്? അതെ പ്രസീത, അത് എക്കണോമിക്സ് ആണ്. അനീഷ, അസ്ലമിയ, ശരണ്യ, പ്രവിത, രമ്യ, നികിത. നികിതയും പ്രസീതയും ഞാൻ ക്ലാസ്സിൽ കാണാറേ ഇല്ല. ശരണ്യ, നൂറിൻ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. സോ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളും എന്ന് വെച്ചാൽ ഡിലേ ഇൻ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ, പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ കറക്റ്റ് ആവാതെ ഡിലേ ആവുക. ഓക്കെ, സോ അതേപോലെ ലാൻഡ് അക്വിസിഷൻ, അക്വിസിഷന്റെ മീനിങ് എന്ന് വെച്ചാൽ പർച്ചേസ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ലാൻഡ് അക്വിസിഷൻ എന്ന് വെച്ചാൽ പർച്ചേസ് എന്നാണ്. ആൻഡ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഇഷ്യൂസ് വരിക. അതേപോലെ ഫിനാൻസിങ് ചാലഞ്ചസ് ആൻഡ് ഹൈ NPA. NPA എന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക, നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പുവർ അർബൻ പ്ലാനിങ് ആൻഡ് കൺജഷൻസ്. ഓക്കെ, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാണ്ട് അവിടെ പുവർ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരിക. നെക്സ്റ്റ് മെയിൻറ്റെയിൻ ഡെഫിസിറ്റ് ഇൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മെയിൻ്റെനൻസ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമുക്ക് ഇൻകം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇൻകത്തിനേക്കാളും കൂടുതലായി വരിക. അതാണ് വെൻ എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്ത് വരികയാണ്, മെയിൻ്റെനൻസ് ഡെഫിസിറ്റ് വരികയാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന്.
ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ഡെഫിസിറ്റ് ഇൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഗ്യാപ്സ് ഇൻ ഡിജിറ്റൽ റെയിൽ ആൻഡ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഓക്കെ, കറക്റ്റായിട്ട് അവർക്ക് കറക്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ അറൈസ് ചെയ്യുക. ഡിജിറ്റലിൽ, റെയിൽ ഫെസിലിറ്റീസിൽ, വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലൊക്കെ എന്ത് അറൈസ് ചെയ്യുക, ഗ്യാപ്സ് എൻഹാൻസ് ചെയ്യുക. സോ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഡിലേ ഇൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻസ്, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നുള്ള ഡിലേ. നെക്സ്റ്റ് അതേപോലെ തന്നെ ലാൻഡ് അക്വിസിഷൻ, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഇഷ്യൂസ് അങ്ങനെയുള്ളത് അറൈസ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ ഫിനാൻസിങ് ചാലഞ്ചസ് ആൻഡ് ഹൈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇൻ ഇൻഫ്രാ ആൻഡ് ലെൻഡിങ് അത് വരിക. അടുത്താണ് പുവർ അർബൻ പ്ലാനിങ് ആൻഡ് കൺജഷൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരിക. നെക്സ്റ്റ് അതായത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാതെ പുവർ ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ഡെഫിസിറ്റ് ഇൻ റൂറൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ഓക്കെ, അതായത് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വല്ല കറക്റ്റ് അങ്ങനെയുള്ളത് അറൈസ് ചെയ്യുക എക്സ്പെൻഡിച്ചർ ഇൻകത്തിനേക്കാളും. ഇപ്പോൾ ഡെഫിസിറ്റ് മെയിൻ്റനൻസിന് ഇഷ്യൂ ആവുക, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൽ ഡെഫിസിറ്റ് ആവുക. സോ അതേപോലെ തന്നെ ഗ്യാപ്സ് ഇൻ ഡിജിറ്റൽ റെയിൽ ആൻഡ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയൊക്കെ എന്താ വരിക, ഗ്യാപ്പ് വരിക. ഓക്കെ, സോ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് ഇൻഫ്രാസ്ട്രക്ചറിൽ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് NPA ആദ്യം ജസ്റ്റ് എന്താ നോക്കാം. ഓക്കെ, നമ്മൾ കുറേ ക്ലാസ്സിൽ വന്നിട്ട് NPA എന്നല്ലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. NPA എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് റെഫേഴ്സ് ടു ഒരു ലോൺ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അവിടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര ഡേയ്സിനാന്ന് വെച്ചാൽ 90 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. ഇവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അസറ്റ്, അതായത് ഇസ് നോട്ട് ജനറേറ്റിംഗ് ഇൻകം ഫോർ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടുത്തെ അസറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇൻകം വന്നിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ല ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇറ്റ് ഇൻഡിക്കേറ്റ് സാർ അസറ്റ് ഈസ് നോട്ട് ജനറേറ്റിംഗ് ബാങ്ക് ഫോർ ദ അസറ്റ് ഈസ് നോട്ട് ജനറേറ്റിംഗ് ഇൻകം ഫോർ ദ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഈ ലോണിലൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ. സോ അതാണ് നോൺ പെർഫോമിംഗ് അസറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെന്തായിരുന്നു, ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടായിരിക്കും വരിക. അവിടുത്തെ ഇപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 90 ഡേയ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും വരിക. ഇവിടുത്തെ ലോൺ എന്ന് പറയുന്നത് ഇതിലൂടെ എന്ത് ചെയ്യുന്നില്ല, ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ. ഓക്കെ, സോ അതിൽ വരുന്ന പോളിസീസും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, അതാണ് NIP. അവിടെ 100 lakh crore ആണ് പ്ലാൻ 2025 വരെ ഉള്ളത്. നെക്സ്റ്റ് ഗാന്ധി ശക്തിയാണ്, അതായത് പ്രൈം മിനിസ്റ്റർ ഗാന്ധി ശക്തി യോജന എന്നുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ആണ് ഉള്ളത്. പിന്നെ ഭാരത് മാല ആൻഡ് സാഗർമാല ഉദ്ദേശിക്കുന്നത് റോഡ് ആൻഡ് പോർട്ട് ഡെവലപ്മെന്റ് ആണ്. നെക്സ്റ്റ് ഉഡൻ സ്കീം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റീജിയണൽ എയർ കണക്ടിവിറ്റി വന്നിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനാണ്. ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഇൻക്രീസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ സ്മാർട്ട് സിറ്റി മിഷൻ ആൻഡ് അമൃത്, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകൂടെ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. പക്ഷേ റെയിൽവേ മോഡേണൈസേഷൻ പ്ലാന്, ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള പോളിസീസും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് അമൃതും ഒന്ന് ഉഡനും. ഇതിൻ്റെ ഫുൾ ഫോം എന്താ നമുക്ക് നോക്കാം. അമൃത് എന്ന് വെച്ചാൽ അടൽ മിഷൻ ഫോർ റീജനറേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ അമൃത് എന്ന് വെച്ചാൽ. ഓക്കെ, അതേപോലെ ഈ ഉഡൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാം, ഉദയ് ദേശ് കാ ആം നാഗരിക്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആക്ച്വലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് ഈ ഉഡൻ എന്ന് പറയുന്നത്. ഈ സ്കീം ആക്ച്വലി ആരാ ലോഞ്ച് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ടു മേക്ക് എയർ ട്രാവൽ അഫോർഡബിൾ ആയിട്ടും, അഫോർഡബിൾ എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെൻസും കാര്യങ്ങളും ഇല്ലാതെ അഫോർഡബിൾ ആയിട്ടും യൂസ് ചെയ്യാനും വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്തത് ഡെവലപ്പിംഗ് അൺഡിസേർവ്ഡ് ആൻഡ് അൺസേർവ്ഡ് എയർപോർട്ട്സ് അക്രോസ് ദ കൺട്രിയിൽ. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉഡേ ദേശ് കാ ആം നാഗരിക് ഉദ്ദേശിക്കുന്നത്. എന്തായാലും റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് ആരാ ലോഞ്ച് ചെയ്തിരിക്കണേ പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് അഫോർഡബിൾ ആയിട്ടും വൈഡ് സ്പ്രെഡ് ആയിട്ടും ആരായിട്ടായിരിക്കും യൂസ് ചെയ്യുക, അൺഡിസേർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറി അൺസേർവ്ഡ് എയർപോർട്ട്സും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർ. അതാണ് ഇറ്റ് ഈസ് വൈഡ് സ്പ്രെഡ് ബൈ ഡെവലപ്പിംഗ് അൺഡിസേർവ്ഡ് അതേപോലെ തന്നെ അണ്ടർസേർവ്ഡ് ആൻഡ് അൺസേർവ്ഡ് കേട്ടോ. അണ്ടർസേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ റൂറൽ ഏരിയാസ് പറയുന്ന പോലെ അവിടെ ഫെസിലിറ്റീസ് ഇല്ലാത്തവർക്ക് എൻഹാൻസ് ചെയ്യില്ല. റീജിയണൽ കണക്ടിവിറ്റി സ്കീംസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ഇന്ത്യ എയർ ട്രാവൽ വന്നിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അണ്ടർസേർവ്ഡിനും അതേപോലെ തന്നെ അൺസേർവ്ഡ് എയർപോർട്ട്സിനും. ഓക്കെ, സോ അപ്പോൾ അമൃത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അടൽ മിഷൻ ഫോർ റീജനറേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഉഡൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഉദയ് ദേശ് കാ ആം നാഗരിക് ആണ്. ഓക്കെ,
സോ അപ്പോൾ എന്തൊക്കെ പോളിസീസ് ആണ് ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, അതാണ് NIP. നെക്സ്റ്റ് ഗാന്ധി ശക്തി, പ്രൈം മിനിസ്റ്റർ ഗാന്ധി ശക്തി യോജന. നെക്സ്റ്റ് ഭാരത് മാല ആൻഡ് സാഗർ മാല. അതിന് ആക്ച്വലി മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ റോഡ് ആൻഡ് പോർട്ട് ഡെവലപ്മെന്റിനാണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഉഡൻ സ്കീമാണ്, അതായത് റീജിയണൽ എയർ കണക്ടിവിറ്റി വന്നിട്ട് ബൂസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്മാർട്ട് സിറ്റി മിഷൻ അമൃത് എന്തായിരുന്നു? അടൽ മിഷൻ ഫോർ റീജുവേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ ഇംപ്രൂവ് ചെയ്യുക, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് അതേപോലെ റെയിൽവേ മോഡേണൈസേഷൻ പ്ലാനും ഹൈ സ്പീഡ് റെയിൽ പ്രോജക്റ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്തിലുള്ളത്? ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഇന്ന് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇൻ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയോ? പ്രസീത, നൂറിൻ, രമ്യ, പ്രവിത, ശരണ്യ, അസ്ലമിയ, ഫാത്തിമ, ക്ലിയർ ആയോ? നൂറിൻ, അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ആക്ച്വലി അത് ഫീൽ ചെയ്യാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡെയിലി ഒരു 10 minutes ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി വായിച്ച് നോക്കുക. അപ്പോൾ അത് മൈൻഡിൽ പിന്നെ അങ്ങനെ നിന്നോളും. നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഞാൻ പാരഗ്രാഫിൽ ഫോമിൽ തരാതെ പോയിന്റ് വൈസ് ആയിട്ട് തന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അങ്ങനെ ടച്ച് പോകാതിരുന്നാൽ മതി. ഡെയിലി ഒരു ടൈം ഇട്ടിട്ട്, ഇപ്പോൾ എക്കണോമിക്സ് ആയിക്കോട്ടെ, സ്റ്റാറ്റിക്, കൊമേഴ്സ് എല്ലാം അത് നോക്കട്ടെ, കുറച്ച് ടൈം മാറ്റി വെച്ച് നിങ്ങൾ നല്ലോണം ഇരുന്ന് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് അത് മൈൻഡ് സെറ്റ് ഒന്നും പോവില്ല. ഓക്കെ, ആ മൈൻഡ് സെറ്റ് ആ മൈൻഡിൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോളൂ. സോ അതിന് ടെൻസ്ഡ് ആവാൻ നിൽക്കണ്ട കേട്ടോ. പ്രസീത, എക്കണോമിക്സ് ന്യൂ സബ്ജക്ട്. ആക്ച്വലി ഞാൻ പ്രസീതനെ ഇത്ര ദിവസം ക്ലാസ്സിൽ കണ്ടില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, റെക്കോർഡ് സെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അത് ഫുള്ളായി കേൾക്കോ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യൂ. ഞാൻ 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് റിവൈസ് ചെയ്താൽ ശരിയാവും. ഓക്കെ, സോ അപ്പോൾ ഞാൻ നെക്സ്റ്റിലോട്ട് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, റിവൈസ് ചെയ്യുമ്പോൾ പ്രസീത. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസ് മൂവ്മെന്റ്സ് ആൻഡ് ഇന്ത്യസ് മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കിത് എന്താ നോക്കാം. സോ എന്തായിരുന്നു? പ്രൈസ് മൂവ്മെന്റ് ആൻഡ് ഇന്ത്യസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്. സോ പ്രൈസ് മൂവ്മെന്റ്സ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്രൈസ് മൂവ്മെന്റ് എന്താണ്, ഇന്ത്യാസ് മോണിറ്ററി, ഫിസിക്കൽ, ഫിനാൻഷ്യൽ സെക്ടർ പോളിസി ആൻഡ് റിഫോംസ് എന്താണ്, മീനിങ്ങും ഫീച്ചേഴ്സും പറഞ്ഞതിന് ശേഷം അതിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം മീനിങ് പറഞ്ഞു തരാം കേട്ടോ. സോ ആദ്യം പ്രൈസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് നമുക്ക് നോക്കാം. സോ പ്രൈസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിലുള്ള പ്രൈസസിൽ വരുന്ന ഫ്ലക്ച്വേഷൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ചേഞ്ചസ് എന്നാണ് കേട്ടോ. സോ എന്തായിരുന്നു പ്രൈസ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു ഫ്ലക്ച്വേഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസസിൽ വന്നിട്ട് എന്ത് സംഭവിക്കുക? ചേഞ്ചസ് സംഭവിക്കുക. ഓക്കെ, ഫ്ലക്ച്വേഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്കോണമിയിൽ. സോ ഈ മൂവ്മെന്റ്സ് മെയിൻ ആയിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സിലാണ് ഈ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവുക വെച്ചാൽ,
സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അതേപോലെ ഗവൺമെൻറ് പോളിസീസ്, ഇൻഫ്ലേഷൻ, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ഇതൊക്കെ. സോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയും മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും അറൈസ് ചെയ്യണം. ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സേഷൻ നടത്തുന്ന സമയത്ത് സപ്ലൈ എങ്ങനെയാണ്, ഡിമാൻഡ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും പ്രൊസീജിയേഴ്സും. ഇൻഫ്ലേഷൻ പറഞ്ഞാൽ ഒത്തിരി ടൈം ഞാൻ പറഞ്ഞതാണ് റൈസ് ഇൻ പ്രൈസ് ലെവൽ, പണപ്പെരുപ്പം, അതായത് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതേപോലെ എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. സോ ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലൂടെ പ്രൈസിന് വരുന്ന എന്തുണ്ടാവും, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. എപ്പോഴും പ്രൈസ് ഒരേ സ്റ്റേബിൾ ലെവലായിരിക്കില്ല ഉണ്ടാവുക. പ്രൈസ് മൂവ്മെന്റ് പറയുമ്പോൾ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരുന്ന പ്രൈസസിൽ എന്തുണ്ടാകും, ഫ്ലക്ച്വേഷൻസ് അറൈസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ പ്രൈസ് ലെവൽ വന്നിട്ട് എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, പർച്ചേസിങ് പവറിനെയും കൂടെ എഫക്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ലെവൽ വന്നിട്ട് ഡിക്ലൈൻ ആകുക. അതായത് മെയിൻ ആയിട്ട് വന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും, എക്കണോമിക് ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ കൂടെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്ന രീതിയായിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ആണ് വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേഞ്ചസ് ആണ്. ഓക്കെ, സോ ചേഞ്ചസ് ആണ്. സോ പ്രൈസ് എന്ന് പറയുന്നത് എന്താവുക, അൺസ്റ്റേബിൾ ആവുക എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും, അതായത് സീസണൽ വേരിയേഷൻ വരിക, അതേപോലെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നിട്ട് അറൈസ് ചെയ്യുക, ഡിമാൻഡ് ഷിഫ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ വരിക. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത് വൊളാറ്റിലിറ്റി കേട്ടോ. പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താകും, അൺസ്റ്റേബിൾ ആകും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക, സീസണൽ വേരിയേഷൻസ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും, അറൈസ് ചെയ്യും, ഡിമാൻഡ് ഷിഫ്റ്റ്. ഓക്കെ, സോ വൊളാറ്റിലിറ്റി പറയുമ്പോൾ എന്താണ്, അവിടുത്തെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിനെ എഫക്ട് ചെയ്യുക. ഓക്കെ, സോ അതടുത്തതാണ് ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസ് സെൻസിറ്റിവിറ്റി. അതായത് മേജർ കോമ്പോണൻസ് ലൈക്ക് ഫുഡ്, ഫ്യൂവൽ, അതായത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ഇതൊക്കെ എന്ത് ചെയ്യും, പ്രൈസ് ലെവലിൽ വന്നിട്ട് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുക. ഓക്കെ, അടുത്താണ് കോർ ഇൻഫ്ലേഷൻ ആണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫുഡോ ഫ്യൂവലോ ഒന്നുമല്ല, ഇവിടെ പ്രൈസ് ചേഞ്ചസ് വരിക സെക്ടേഴ്സിന്. സോ അതേപോലെ തന്നെ അത് കൂടുതലായിട്ട് എന്തിനായിരിക്കും എഫക്ട് ചെയ്യുക, ഈ അതായത് കോർ ഇൻഫ്ലേഷൻ പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾക്ക് ഈ ഇവരുടെ മൊത്തത്തിലായിരിക്കും എന്ത് ചെയ്യുക, എഫക്ട് ചെയ്യുക. അതാണ് എക്സ്ക്ലൂഡിങ് ഫുഡും ഫ്യൂവലും അല്ലാതെ പ്രൈസ് ചേഞ്ചസ് അതർ സെക്ടേഴ്സിന് വന്നു കഴിഞ്ഞാൽ ക്ലിയർ പിക്ചർ ഓഫ് ഇൻഫ്ലേഷൻ ട്രെൻഡ് വരുന്നതിനാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, എഫക്ട് ചെയ്യുക. പ്രൈസിന് വരുന്ന ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് സപ്ലൈ ഷോക്ക്. സപ്ലൈ ഷോക്ക് എന്ന് വെച്ചാൽ നാച്ചുറൽ ഡിസാസ്റ്റർ, അതേപോലെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇതൊക്കെ എന്ത് ചെയ്യുക, സഡൻ ആയിട്ട് പ്രൈസ് ഹൈക്ക് ആവുക. പ്രൈസ് ഹൈക്ക് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതായത് പ്രൈസ് വന്നിട്ട് വേഗം പ്രൈസ് ഇൻക്രീസ് ആവുക. ഓക്കെ, അതാണ് സപ്ലൈ ഷോക്ക്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. സോ ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ സഡൻ ആയിട്ട് പ്രൈസ് കൂടുന്നതിന് എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു പ്രൈസ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു ഫ്ലക്ച്വേഷൻസ് അറൈസ് ചെയ്യണ ഗുഡ്സ് ആൻഡ് സർവീസിൽ വരുന്ന പ്രൈസസ്. എക്കോണമിയിൽ ഈ മൂവ്മെന്റ്സിൽ വരുന്ന ഫാക്ടേഴ്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസ്, പിന്നെ അതേപോലെ നെക്സ്റ്റ് ഇൻഫ്ലേഷൻ, പിന്നെ എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. സോ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് പ്രൈസ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻസ്, നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡീഫ്ലേഷൻസ്, വൊളാറ്റിലിറ്റി, അതേപോലെ ഫുഡ് ആൻഡ് ഫ്യൂവൽ പ്രൈസ് സെൻസിറ്റിവിറ്റി, കോർ ഇൻഫ്ലേഷൻ, സപ്ലൈ ആൻഡ് ഷോക്ക്. ഓക്കെ, അടുത്താണ് നമുക്ക് നോക്കാം ഇന്ത്യാസ് മോണിറ്ററി പോളിസീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യാസ് മോണിറ്ററി പോളിസി എന്താണെന്ന് വെച്ചാൽ, മോണിറ്ററി പോളിസി പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് മോണിറ്ററി പോളിസി പറഞ്ഞാൽ മണി അല്ലേ, ആരാണ് ഈ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ആരും എടുക്കുന്നത്, സെൻട്രൽ ബാങ്ക് ആണ്, അതായത് RBI ആണ്. മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മണി കൺട്രോൾ ചെയ്യുക, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യുക, അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇതൊക്കെ ഇതാണ് മോണിറ്ററി പോളിസി പറയുക. അപ്പോൾ മോണിറ്ററി പോളിസി റെഫേഴ്സ് ടു ഇറ്റ് ഈസ് ആക്ഷൻ ടേക്കൺ ബൈ, ആരാണ് ആക്ഷൻ എടുക്കുന്നത്, മോണിറ്ററി പോളിസിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മെയിനായിട്ട് എന്തിനാണ്, അതായത് മണി പോളിസി സപ്ലൈ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാനും ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും നോക്കാനും. ഓക്കെ, സോ എന്തൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അതായത് ടു കീപ്പ് ഇൻഫ്ലേഷൻ വിത്തിൻ ഒരു സ്പെസിഫൈഡ് റേഞ്ചിൽ വന്നിട്ട് ഇൻഫ്ലേഷൻ വന്നിട്ട് വെക്കുക, യൂഷ്വലി ഒരു 2 to 6% എന്നുള്ള രീതിയിൽ. ഓക്കെ, അടുത്താണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ ടൂൾ ആക്ച്വലി ആരാ യൂസ് ചെയ്യണേ പറഞ്ഞത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിങ് സിസ്റ്റത്തിൽ. ഓക്കെ, അടുത്തതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. അതാണ് OMO ഉദ്ദേശിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ മണി സപ്ലൈ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അടുത്താണ് CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെൻറ്റേജ്, അതായത് പെർസെൻറ്റേജ് ഓഫ് ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ്. RBIയിൽ വന്നിട്ട് ഒരു ബാങ്കിന് ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് വന്നിട്ട് RBIയിൽ വെക്കും ഒരു റിസർവ് ആയിട്ട്. ഓക്കെ, അടുത്ത MPC എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ആണ്. അതായത് RBIയിൽ വരുന്നതാണ്. RBI ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പോളിസീസ്
വരിക, ഇൻട്രസ്റ്റ് റേറ്റിൽ, ഇൻഫ്ലേഷനിൽ, ഇതൊക്കെ. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു ശ്രദ്ധിക്കുക, ഇന്ത്യ മോണിറ്ററി പോളിസി ഉദ്ദേശിക്കുന്നത്, മോണിറ്ററി പോളിസി പറഞ്ഞാൽ ഇത് ഫുള്ള് കൺട്രോളിങ് പവർ, ഇതിൻ്റെ ആക്ഷൻസ് ഒക്കെ ആരാണ് എടുക്കുക? ഇറ്റ് റെഫേഴ്സ് ടു ആക്ഷൻ ടേക്കൺ ബൈ സെൻട്രൽ ബാങ്ക്, RBI ആണ്. മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോളിങ് മണി സപ്ലൈ, കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാൻ, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ എന്തിനു ഇൻഫ്ലുവൻസ് ചെയ്യും? അതായത് മോണിറ്ററി പോളിസിയിൽ വരുന്നതാണ്. ഓക്കെ, സോ ഫോർ ദ പർപ്പസ് ഓഫ് കൺട്രോളിങ് മണി സപ്ലൈ, കൺട്രോൾ ചെയ്യാൻ, ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാൻ, ഇതൊക്കെ ആർക്കാണ് ഇതിൻ്റെ ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്? RBIക്കാണ്. ഓക്കെ, സോ അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. RBIയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഒരു സ്പെസിഫൈഡ് റേഞ്ചിൽ വന്നിട്ട് കീപ്പ് ചെയ്യുക, യൂഷ്വലി ഒരു 2 to 6% ഉള്ള രീതിയിൽ. അടുത്താണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. ആക്ച്വലി ഈ ടൂൾ RBI ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക? ബൈ ചെയ്യുക, സെല് ചെയ്യുക, മണി സപ്ലൈ മെയിനായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അടുത്താണ് ക്യാഷ് റിസർവ് റേഷ്യോ. ഒരു പെർസെൻറ്റേജ് ഓഫ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് വന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യുക? RBIയിൽ കീപ്പ് ചെയ്യുക റിസർവ് ആയിട്ട്. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി, ആക്ച്വലി അതിൽ RBIയിൽ വരുന്നതാണ്. മെയിനായിട്ട് എന്തൊക്കെയാണ് ഒരു ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷൻ വന്നിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് RBI ആണ് ഡിസൈഡ് ചെയ്യുക എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇന്ത്യാസ് ഫിസിക്കൽ പോളിസി. സോ ആക്ച്വലി ഫിസിക്കൽ പോളിസീസിൽ വരുന്നതാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻ, ബോറോയിങ്, ഇതൊക്കെ ഫിസിക്കൽ പോളിസിയിൽ വരുന്നതാണ്. സോ മെയിനായിട്ട് ഗോൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യുക? എൻഷുർ ഉറപ്പുവരുത്തുക, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുക. ഓക്കെ, സോ എന്തൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ഫിസിക്കൽ പോളിസി നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ആണ്. അത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ഡിഫറൻസും റവന്യൂ തമ്മിലുള്ള ഗവൺമെൻറ് സ്പെൻഡിങ് റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെങ്ങനെ കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബോറോയിങ്ങിലൂടെയാണ്. ട്രേഡ് പോളിസി പറഞ്ഞാൽ ഓരോ റിഫോംസും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യണത് ഇൻക്രീസ് ചെയ്യുക, GST ഇൻട്രൊഡ്യൂസ് ചെയ്യുക. GST പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സോ അതേപോലെ എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യുക. ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയും ഗവൺമെൻറ് മെയിനായിട്ട് എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? സോഷ്യൽ വെൽഫെയറിന്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന്, അതേപോലെ സബ്സിഡീസിന്. സോ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യണം, എക്കോണമിന് കൂടുതലായിട്ടും എന്ത് ചെയ്യണം? എഫക്റ്റ് ചെയ്യുകയാണ് അല്ലേ? സോ അതിന് സ്ലോ ഡൗൺ ദ എക്കോണമി. സോ എക്സ്പെൻഡിച്ചർ എപ്പോഴും മാനേജ് ചെയ്യണം. ഇപ്പോൾ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് എന്തിനാണ്? സോഷ്യൽ വെൽഫെയറിന്, ഇൻഫ്രാസ്ട്രക്ചറിന്, സബ്സിഡീസിന്. സോ ഇതിലൂടെ എന്ത് ചെയ്യണം? സ്റ്റിമുലേറ്റ് ചെയ്യണം, അതിന് സ്ലോ ഡൗൺ എക്കോണമിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം? എഫക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ് ആണ്. അതായത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക? ബോറോയിങ് മാനേജ് ചെയ്യുക, ബോറോയിങ് കാര്യങ്ങളൊക്കെ. ഗവൺമെൻറ് എന്ത് ചെയ്യുക? ഡസ് നോട്ട് അക്കുമുലേറ്റ് അൺസസ്റ്റൈനബിൾ ഡെപ്റ്റ്. സോ പബ്ലിക് ഡെപ്റ്റ് മാനേജ് പറയുന്നത് മെയിൻ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ എന്താണ്? മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ബോറോയിങ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഡെപ്റ്റിലാണ് ആദ്യം ഇരിക്കണം ഉറപ്പ് വരുത്തുന്നത്. ഗവൺമെൻറ് ഡസ് നോട്ട് അക്കുമുലേറ്റ് അൺസസ്റ്റൈനബിൾ ഡെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ FRBM ആക്ട് എന്ന് പറയുന്നത്. എന്തായിരുന്നു FRBM ആക്ട് എന്ന് പറയുന്നത്? നോട്ട് ചെയ്ത് വെക്കണേ. അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണ്. ഇതിന്റെ മെയിൻ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെഫിസിറ്റും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ ഡെപ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അവിടുത്തെ ഇന്ത്യാസ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസി ആൻഡ് റിഫോംസിന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ഫിസിക്കൽ പോളിസിയാണ്. ഫിസിക്കൽ പോളിസി പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ഗവൺമെൻറ് സ്പെൻഡിങ്, ടാക്സേഷൻസ്, ബോറോയിങ് ആണുള്ളത് ഒരു എക്കോണമിയിൽ. മെയിൻ ഗോൾ അവിടെ എന്താണ്? ഫിസിക്കൽ പോളിസിയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുക. അപ്പോൾ എന്തായിരുന്നു ഫിസിക്കൽ പോളിസി? ഇറ്റ് ഇൻവോൾവ്സ് ഗവൺമെൻറ് സ്പെൻഡിങ്ങും ടാക്സേഷനും ബോറോയിങ് ആണുള്ളത്. മെയിൻ ഗോൾ ഓഫ് ഫിസിക്കൽ പോളിസി പറയുമ്പോൾ എന്താണ്? എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യുക. സോ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫിസിക്കൽ പോളിസി? ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ടാക്സ് പോളിസീസ്, എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ്, പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. FRBM എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇന്ത്യാസ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ റെഫേഴ്സ് അവിടെ റെഗുലേറ്ററി ഫ്രെയിം വർക്കും കാര്യങ്ങളും ഉണ്ടാകും. അതായത് സർട്ടൻ സ്ട്രക്ചറൽ ചേഞ്ചസ് ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുക. എവിടെയൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇന്ത്യൻ ബാങ്കിങ്ങിൽ, അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്
മെയിനായിട്ട് എവിടെ ഉണ്ടാകുന്ന വെച്ചാൽ ഇതാ, അതായത് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ് ഉദ്ദേശിക്കുന്നത് ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. ഇന്ത്യൻ ബാങ്കിങ്ങിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും മാർക്കറ്റിലൊക്കെ എന്ത് വരും, അതായത് റെഗുലേറ്ററി ഫ്രെയിം വർക്കും സ്ട്രക്ചറൽ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാകും. ഓക്കെ, സോ അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അതായത് ടു പ്രൊമോട്ട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, സ്റ്റെബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻഫ്ലേഷൻ ആണ്. അതായത് ഒരു പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. പ്രധാനമന്ത്രി ജാൻധൻ യോജന, അതാണ് PMJDY, പ്രധാനമന്ത്രി ജാൻധൻ യോജന. സോ അതിന്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, അതായത് ആക്സസിബിലിറ്റി ഉണ്ടെന്ന് ആദ്യം എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ടെന്ന് അൺബാങ്ക്ഡ് പോപ്പുലേഷനിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് അതടുത്താണ് ബാങ്കിങ് റിഫോംസ് ആണ്. ബാങ്കിങ് റിഫോംസിലൂടെ എന്ത് ചെയ്യുക, പബ്ലിക് സെക്ടർ ബാങ്കിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇൻസോൾവൻസി, ബാങ്ക്രപ്സി കോഡ്. ഇൻസോൾവൻസി പറയുമ്പോൾ എന്താണ്, അണേബിൾ ടു പേ ദ ഡെപ്റ്റ്, അവിടെ ഡെപ്റ്റ് കറക്റ്റ് സമയത്ത് പേ ചെയ്യാത്ത സിറ്റുവേഷൻ. ബാങ്ക്രപ്സി, ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അറേസ് ചെയ്യുക. IBC പറയുമ്പോൾ എന്താണ്, ബാങ്ക്രപ്സി കോഡ്. സോ മെയിനായിട്ട് ബാഡ് ലോൺസ് സോൾവ് ചെയ്യാനും റീക്യാപിറ്റലൈസ് ബാങ്ക്, അതാണ് ബാങ്കിങ് റിഫോംസ്. അടുത്താണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുക. മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോംസ്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. മെയിനായിട്ട് ക്യാഷ് ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്യാൻ, ട്രാൻസാക്ഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അടുത്താണ് റെഗുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത് ഈ സെബി എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യണം. ഇതിലൂടെ എന്താണ്, ഫെയർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്തതാണ് മോണിറ്ററി ടൂൾസ് ആണ്. സോ മെയിൻ ആയിട്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക എന്തൊക്കെയാന്ന് വെച്ചാൽ ബാങ്ക് റേറ്റ്, അതേപോലെ ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ ഒക്കെ ഉറപ്പ് വരുന്നതിലൂടെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരും. ലിക്വിഡിറ്റി പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഏബിൾ ടു കൺവേർട്ട് ക്യാഷ് ഈസിലി. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി നമ്മുടെ ഇതെന്ന് പറയുന്നത്, ഇന്ത്യാസ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ് ആണ്. സോ അതിൽ ഫിനാൻഷ്യൽ സെക്ടർ പോളിസി ആൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ സെർട്ടൻ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ സെർട്ടൻ ഫ്രെയിം വർക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ട്രക്ചറൽ ചേഞ്ചസും ഇന്ത്യയിലെ ബാങ്കിങ്ങിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും മാർക്കറ്റിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ, സ്റ്റെബിലിറ്റി, അത് അതേപോലെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പോളിസീസ് പറയുന്നത് പ്രധാനമന്ത്രി ജാൻധൻ യോജന എന്തിനാ അഡോപ്റ്റ് ചെയ്തിരിക്കട്ടെ പറഞ്ഞാൽ എല്ലാവർക്കും ഫിനാൻഷ്യൽ സർവീസ് ആക്സസ് ചെയ്യാനുള്ള രീതിയാണ്. പിന്നെ ബാങ്കിങ് റിഫോംസ്, അതിലാണ് ബാങ്ക്രപ്സി കോഡ്, അതേപോലെ ഡിജിറ്റൽ ഫിനാൻഷ്യൽ സിസ്റ്റം, നെക്സ്റ്റ് റെഗുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, മോണിറ്ററി ടൂൾസ്. ഓക്കെ, സോ മോണിറ്ററി ടൂൾസിൽ വരുന്നതാണ് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ്, ബാങ്ക് റേറ്റും ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അടുത്താണ് സ്ട്രക്ചറൽ റിഫോംസ് ഇൻ ഇന്ത്യ. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ സ്ട്രക്ചറൽ റിഫോംസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കോണമിയിൽ വരുന്ന ലോങ് ടൈം ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ലേബർ ലോസിൽ ചേഞ്ചസ് ഉണ്ടാവുക, ടാക്സേഷൻ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാവുക, ഗവൺമെന്റ് സ്ട്രക്ചറിൽ, പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, ഇതിലൊക്കെ എന്താ ഒരു ചേഞ്ചസ് സംഭവിക്കുക. ഓക്കെ, സോ അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആണ് GST ആണ്. GST പറയുന്നത് എന്താണ്, ഒരു യൂണിഫൈഡ് ടാക്സ് സിസ്റ്റം ആണ്. മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സും കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്യുക. അത് ടാക്സ് കംപ്ലൈൻസ് എല്ലാം കറക്റ്റായിട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, സോ അതേപോലെ ലേബർ ലോ റിഫോംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലേബർ ലോസ്, അതിന് 4 ബ്രോഡ് കോപ്പീസ് ആണ്. മെയിനായിട്ട് എന്ത് ചെയ്യുക, ചേഞ്ചസും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യാൻ, ഈസി ആയിട്ട് ബിസിനസ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അടുത്താണ് പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഓണർഷിപ്പ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ മെയിനായിട്ട് എന്ത് ചെയ്യുക, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അടുത്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറയുമ്പോൾ മെഷേഴ്സും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുക, ഒന്നും കൂടെ ബിസിനസ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ, പ്രോസസ് അപ്രൂവ് ചെയ്യാൻ, റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഇതൊക്കെ എന്ത് അഡോപ്റ്റ് ചെയ്യുക, ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്താണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് റിലയൻസ് ഇനീഷ്യേറ്റീവിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവോവേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിപ്പെൻഡ് ചെയ്യണത് കുറവാക്കിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് NIP എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ ആണ്. ഈ ആക്ച്വലി അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, മെയിനായിട്ട് ഈ എക്കണോമിക് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ജോബ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, സോ അപ്പോൾ എന്തായിരുന്നു സ്ട്രക്ചറൽ റിഫോംസ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ ആക്ച്വലി ലോങ് ടേം ചേഞ്ചസ് ആണ് എക്കോണമിയിൽ വന്നിരിക്കുന്നത്. മെയിനായിട്ട് ലേബർ ലോസിൽ വരുന്ന ചേഞ്ചസ്, ടാക്സേഷൻ സിസ്റ്റത്തിൽ, ഗവൺമെന്റ് സ്ട്രക്ചറിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക്, ഇതൊക്കെ. സോ അതിൽ ഫീച്ചേഴ്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ലേബർ ലോ റിഫോംസ്, പ്രൈവറ്റൈസേഷൻ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ആത്മനിർഭർ ഭാരത് അഭിയാൻ, പിന്നെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ. ഓക്കെ, സോ ഇത് ക്ലിയർ ആയോ? സോ ഇപ്പം ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആണ് പ്രൈസ് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ,
So price movements, next price movement in India, next India's monetary policy, India's fiscal policy, India's financial sector policies or reforms, next structural reforms in India. Okay. അസ്ലമിയ, മുബീന, പ്രസീത ലൈവ് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഏതിൻ്റെ ലൈവ് കണ്ടിട്ടാണ് മനസ്സിലാവില്ല എന്ന് പറയുന്നത്, അതായത് എക്കണോമിക്സ് ആണോ അതോ വേറെ ഏതെങ്കിലും ക്ലാസ് ആണോ, അത് ഡൗട്ട് ചോദിക്കുക കേട്ടോ, പറഞ്ഞുതരാം. അനീഷ, ഇനി 5th മൊഡ്യൂളിൽ ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 2 ഡേ ക്ലാസ്സിലൂടെ 5th മൊഡ്യൂൾ തീരും. അനീഷ കൺഫ്യൂസ് ആവണ്ട, കുറേ ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോബ്ലം അല്ലല്ലോ, തിയറിയും കാര്യങ്ങളല്ലേ, അപ്പോൾ എല്ലാം കൂടെ മൈൻഡിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് പോലെ ആവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ വന്നിട്ട്. ഓക്കെ, എൻ്റെ ഒപ്പം ചെയ്ത് വന്നോളൂ എല്ലാവരും. ഫസ്റ്റ് ആണ് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ ഫോളോയിങ് സ്കീംസ് എയിംസ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ടു ഫാമേഴ്സ്. സോ ഇതിൽ ഏത് സ്കീംസ് ആണ്, ഏത് സ്കീമിൻ്റെ മെയിൻ എയിം ആണ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫാമേഴ്സിന് കൊടുക്കണം എന്നുള്ളത്. സോ ഫസ്റ്റ് ആണ് പ്രൈം മിനിസ്റ്റർ കിസാൻ, നെക്സ്റ്റ് PMFBI, നെക്സ്റ്റ് MGNREGA, നെക്സ്റ്റ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. സോ എന്താണ് മെയിൻ സ്കീം എന്നുള്ള ഓപ്ഷൻ എ ആണ് PM കിസാൻ. സോ ഇത് ഈ സ്കീമിൻ്റെ എയിമാണ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് വന്നിട്ട് ഫാമേഴ്സിന് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്കീം എയിംഡ് അറ്റ് എൻഹാൻസിങ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ ഫാമേഴ്സ്. ഫാമേഴ്സിന് ഇറിഗേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഏത് സ്കീമിൻ്റെ എയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. PMFBI, പ്രധാൻ മന്ത്രി കൃഷി സഞ്ജയ് യോജന, ഈനാം, നെക്സ്റ്റ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം. ഓക്കെ, സോ ഈ സ്കീമിൻ്റെ എയിം എന്താണ്, അതായത് ഏത് സ്കീമിലാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന. ഓക്കെ, സോ എന്തായിരുന്നു ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ്, വിച്ച് ഇനീഷ്യേറ്റീവ് എയിംസ് ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഇൻ ഇന്ത്യ. ഇതിൽ ഏത് ഇനീഷ്യേറ്റീവിൻ്റെ മെയിൻ എയിം ആണ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്കിൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ. അപ്പോൾ ഓപ്ഷൻ എന്തായാലും ആൻസർ ഓപ്ഷൻ ബി ആണ്, മേക്ക് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്. അതായത് PLI സ്കീമിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടു പ്രൊമോട്ട് എക്സ്പോർട്സ്, ടു സപ്പോർട്ട് MSME. MSME എന്തായിരുന്നു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. To incentivize manufacturing in selected sectors. Next, to provide subsidies to farmers. എന്തായിരുന്നു, what is the purpose of production linked incentive എന്ന് പറയുന്ന മെയിൻ പർപ്പസ് എന്തായിരുന്നു, to incentivize manufacturing in selected sectors. ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ട്രേഡ് റിലേറ്റഡ് ആണ്. വാട്ട് ഡസ് അബ്രിവേഷൻ CEPS സ്റ്റാൻഡ് ഫോർ ഇൻ ട്രേഡ് എഗ്രിമെന്റ്? കോംപ്രിഹെൻസീവ് എൻവയോൺമെന്റൽ പോളിസി എഗ്രിമെന്റ്, കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, സെൻട്രൽ എക്സ്പോർട്ട് പോളിസി എഗ്രിമെന്റ്, സെൻട്രൽ എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. സോ നമ്മുടെ ആൻസർ എന്താണ്, കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ്, വിച്ച് ആർ ദ ഫോളോയിങ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ ഈസ് എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ട്രേഡ് റിലേഷൻ? FTA, CEPA, ECTA, RODTEP. ECTA ആണ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ. Which of the following is a part of the government initiative to improve urban infrastructure? Smart City Mission, Swachh Bharat Abhiyan, Uday Scheme, Pradhan Mantri Awas Yojana. So എന്തായിരുന്നു ആൻസർ, സ്മാർട്ട് സിറ്റി മിഷൻ ആണ്, ഓപ്ഷൻ എ. ഓക്കെ, സോ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ് എന്തെന്നുള്ളത്, അർബൺ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ട് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ്, ഉദാൻ സ്കീം ഈസ് പ്രൈമർലി എയിംഡ് അറ്റ്. ഉദാൻ സ്കീമിന്റെ പ്രൈമറിലി ഫസ്റ്റത്തെ എയിം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊവൈഡിങ് അഫോർഡബിൾ ഹൗസിംഗ്, നെക്സ്റ്റ് എൻഹാൻസിങ് റോഡ് കണക്ടിവിറ്റി, നെക്സ്റ്റ് ഇംപ്രൂവിങ് എയർ കണക്ടിവിറ്റി ടു അണ്ടർ
served regions. Okay, next developing new airports. So എന്തായിരുന്നു ആൻസർ? ഇംപ്രൂവിങ് ഓപ്ഷൻ എ സി ആണോ? ഇംപ്രൂവിങ് എയർ കണക്ടിവിറ്റി ടു അണ്ടർ സെർവ്ഡ് റീജിയൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് പ്രൈസ് മൂവ്മെന്റ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which of the following measures is used by the RBI to control inflation? Inflation control ചെയ്യാൻ യൂസ് ചെയ്ത മെഷേഴ്സ് എന്താണ്? RBI റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ് റേഷ്യോ. സോ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീഫ്ലേഷൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ റൈസ് ചെയ്യാണ്, ഡീഫ്ലേഷൻ പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. സോ എന്തായിരുന്നു? റൈസിങ് പ്രൈസിങ് ഓഫ് ഗുഡ്സ്, എ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ലിവിങ്, എ ഡിക്രീസ് ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ്, ഹൈ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്. സോ എന്തായിരുന്നു ആൻസർ? അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡീഫ്ലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ആണ് റൈസ് ചെയ്യുക, അപ്പോൾ ഡീഫ്ലേഷൻ പറഞ്ഞാൽ എന്താ? ഡിക്രീസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണേ. ഇൻഫ്ലേഷൻ ആണ് പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക, ഡീഫ്ലേഷൻ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ജനറൽ പ്രൈസ് ലെവൽ ഗുഡ്സ് എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യണം. അതാണ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇന്ത്യാസ് മോണിറ്ററി പോളിസി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. What is the primary objective of India's monetary policy? Boost export, control inflation, create job opportunities, manage fiscal deficit. So main ആയിട്ട് എന്താണ് ഇന്ത്യാസ് മോണിറ്ററി പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്? ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് MPC എന്ന് വെച്ചാൽ എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി ആണ്. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ദ RBI ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ടാക്സ് റേറ്റ്സ്, ഡിറ്റർമൈനിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇംപ്ലിമെന്റിംഗ് ഫിസിക്കൽ പോളിസി, മാനേജിങ് ഗവൺമെന്റ് ഡെപ്റ്റ്. എന്തായിരുന്നു? ഡിറ്റർമൈനിങ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? അതായത് MPC ഓഫ് ദ RBI, മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ദ RBI is responsible for determining interest rate. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ത്യാസ് ഫിസിക്കൽ പോളിസി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോസ് റെഗുലേറ്റ് ഇന്ത്യാസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് പബ്ലിക് ഡെപ്റ്റ്? FRBM ആക്ട്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്, RTI ആക്ട്, GST ആക്ട്. RTI പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, GST എന്താ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. FRBM എന്താണ്? ആൻസർ FRBM ആണ്, ഓപ്ഷൻ എ. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. F എന്ന ഫിസിക്കൽ, R റെസ്പോൺസിബിലിറ്റി, B ബഡ്ജറ്റ് മാനേജ്മെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ്, സോ ഇന്ത്യയിലെ ഫിസിക്കൽ ഡെഫിസിറ്റും പബ്ലിക് ഡെപ്റ്റും മാനേജ് ചെയ്യുന്നത് ഏത് ലോ ആണെന്ന് വെച്ചാൽ FRBM ആക്ട് പ്രകാരമാണ്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. അടുത്തതാണ് വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ ഇന്ത്യ? മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് GSTയുടെ? ടു ഇൻക്രീസ് ഗവൺമെന്റ് റവന്യൂ, ടു സിംപ്ലിഫൈ ദ ടാക്സ് സ്ട്രക്ചർ, ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, ടു പ്രൊവൈഡ് സബ്സിഡീസ്. ഓപ്ഷൻ ബി ആണ്, ടു സിംപ്ലിഫൈ ടാക്സ് സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് ആണ് India's financial sector policies and reforms. The Insolvency and Bankruptcy Code was introduced. അപ്പോൾ IBC ഫുൾ ഫോം എന്താണ്? Insolvency and Bankruptcy Code ആണ്, was introduced to. So India's financial sector policy and reforms relate ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് IBC, അതായത് Insolvency and Bankruptcy Code was introduced to. എന്തിനാ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ resolve insolvency cases in a time bound manner, next regulate capital market, manage government debt, strengthen banking regulations. So answer എന്താ? Resolve insolvency cases in time bound manner. Okay, so option A ആണ്. Next ആണ് which of the following schemes aims to promote financial inclusion by providing bank account to unbanked? So options എന്തൊക്കെയായിരുന്നു? പ്രധാൻ മന്ത്രി ജൻധൻ യോജന, PM കിസാൻ, മുദ്ര സ്കീം, സ്റ്റാൻഡപ്പ് ഇന്ത്യ. അപ്പോൾ എന്തായിരുന്നു ആൻസർ? ദാറ്റ് ഈസ് പ്രധാൻ മന്ത്രി ജൻധൻ യോജനയാണ്, ഓപ്ഷൻ എ. ഓക്കെ, what is the purpose of the Digital India Initiative? Digital India Initiativeന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി മെയിൻ പർപ്പസ് എന്തായിരുന്നു? ടു പ്രൊമോട്ട് ഡിജിറ്റൽ പേയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക ഇന്റർനെറ്റ് ആക്സസ് റൂറൽ ഏരിയാസിൽ, ഇംപ്രൂവ് ചെയ്യുക ഗവേണൻസ്, നെക്സ്റ്റ് ഓൾ ഓഫ് ദ എബോവ്. സോ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളത് ഇനിഷ്യേറ്റീവിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഇത് ഡിജിറ്റൽ പേയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക ഇന്റർനെറ്റ് ആക്സസ്, ഇംപ്രൂവ് ചെയ്യുക ഗവേണൻസ്, ഓൾ ഓഫ് ദ എബോവ്. സോ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, സോ ക്ലിയർ ആയോ? അസ്ലമിയ കോഡ് ബേസിൽ പറഞ്ഞു തരാം ടിപ്സ്. ഓക്കെ അസ്ലമിയ, എന്നെ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് ഏത് കോഡിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. ശരണ്യ, അനീഷ, പ്രവിത, അസ്ലമിയ, പ്രസീത.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരും ചെയ്തു വന്നല്ലോ അല്ലേ കൂടെ? ഓക്കെ. ആക്ച്വലി അതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സിലുണ്ടല്ലോ, ഇവിടെ ഞാനിപ്പോൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് ഇൻ കേസ് നമ്മൾ മറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ പഠിച്ചത് പ്രൈസ് മൂവ്മെന്റ്സ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, സ്ട്രക്ചറൽ, ഇതിൻ്റെയൊക്കെ മീനിങ്ങും ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൈസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യയിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൽ പോളിസി മെഷേഴ്സ് എന്തൊക്കെയാണ് ഓരോന്നും നോക്കണം കേട്ടോ. അതായത് പ്രൈസ് മൂവ്മെന്റ്സ്, ഇന്ത്യാസ് മോണിറ്ററി പോളിസി, അതേപോലെ ഇന്ത്യാസ് ഫിസിക്കൽ പോളിസി, നെക്സ്റ്റ് ഇന്ത്യാസ് ഫിനാൻഷ്യൽ സെക്ടർ പോളിസീസ് ആൻഡ് റിഫോംസ്, നെക്സ്റ്റ് അതേപോലെ സ്ട്രക്ചറൽ റിഫോംസ് ആൻഡ് മെഷേഴ്സ്, ഇതൊക്കെ നോക്കണം കേട്ടോ. ക്ലാസ് എല്ലാവർക്കും ഒന്നുകൂടെ മൊത്തം തിയറി ആയതുകൊണ്ട് ഒരു ബോറടി, ഒരു ബുദ്ധിമുട്ടോ അതൊന്നും ഉറപ്പ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. സോ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇത് എടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ നന്നായി നിങ്ങൾ പഠിക്കുക. ആക്ച്വലി ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെയിനായിട്ട് നന്നായി നോക്കുക. നോക്കുന്നത് വെച്ചാൽ ആ ടച്ച് പോകാതെ നല്ലോണം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിങ്ങളത് പഠിച്ചാലാണ് പെട്ടെന്ന് കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നന്നായി പഠിക്കുക, ടച്ച് പോകാതെ കൊമേഴ്സ്, സ്റ്റാറ്റി, എക്കണോമിക്സ് എല്ലാം നല്ലോണം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ. സോ നമുക്കിപ്പോൾ എന്തായാലും ജൂണിൽ വരുന്ന സെഷനിലും ഇതുമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അതുകൂടാതെ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ. സോ അപ്പോൾ നൂറി ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ആണ്. ആക്ച്വലി അതെ, പ്രീവിയസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിലബസ് കംപ്ലീറ്റ് ആവാനായി പ്രസീത. അതെ, ആക്ച്വലി നമ്മളിപ്പോൾ 5th മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി 3rd മൊഡ്യൂളിൽ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോയെന്ന് ജസ്റ്റ് സാറിനത് ചെക്ക് ചെയ്യുന്ന നോക്കണം. ഞാൻ 4th മൊഡ്യൂൾ 5th മൊഡ്യൂളായിരുന്നു എടുത്തത്. 4th കംപ്ലീറ്റ് ആയി. 5th ഇനി മാക്സിമം പോയ വെനസ്ഡേയോടെ കഴിയും. ഓക്കെ. സോ ഓക്കെ ആണോ? ക്ലിയർ ആയോ? സോ നന്നായി നോക്കുക, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ. എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റാങ്ക് ഹോൾഡർ ആയിട്ട് വരണം. ഓക്കെ. സോ നാളത്തെ കറക്റ്റ് ക്ലാസ് ടൈമിംഗ് എന്ന് പറയുന്നത് 7:30 തന്നെ വന്നോളൂ. ഓക്കെ. നല്ലോണം പഠിക്കുക, നന്നായി ഇരുന്ന് നോക്കുക, ടച്ച് പോകില്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത ബേസ് ചെയ്ത് പറയുന്ന എക്കണോമിക്സ് 4th മൊഡ്യൂൾ 5th മൊഡ്യൂളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കുറച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള 2025 വരുന്നുള്ള കേസസും കുറേ ടോപ്പിക്സിന് ബേസ് ചെയ്തിട്ട്, അപ്പോൾ ആ കോൺസെപ്റ്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഓക്കെ. അത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, മനസ്സിലാകും. ഒപ്പം നിങ്ങൾ നോക്കുക. ഓക്കെ. അസ്ലമയ്യ, 2nd and 3rd ഫുൾ ബെൻഡിങ് ഉണ്ടല്ലേ? ഓക്കെ. ശരി അസ്ലമയ്യ, ഞാൻ ആക്ച്വലി ചോദിച്ചു നോക്കാം എന്താ കാര്യങ്ങളെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. 5th മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ക്ലാസ് അതിൻ്റെ ചെയ്യിപ്പിച്ചിട്ട് സാറിനി കണ്ടിന്യൂ ചെയ്യാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നോക്കാം കേട്ടോ. ഓക്കെ. താങ്ക് യു ആൾ. സോ സ്റ്റഡി വെൽ. ഓക്കെ. അസ്ലമയ്യ, പ്രസീത, ശരണ്യ, നൂറിൻ, അനീഷ. ഓക്കെ. സോ സ്റ്റഡി വെൽ. ഓക്കെ. താങ്ക് യു. ഓക്കെ പ്രവിത. ഓക്കെ. അപ്പോൾ നാളെ കറക്റ്റ് 7:30 വരെ നന്നായി പഠിക്കുക. ഓക്കെ. താങ്ക് യു.